ഒരു പ്രധാനമന്ത്രിയുടെ ജന്മദിനം രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ്. അതിനകത്ത് ജാതി മത ഭേദമില്ലാതെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആഘോഷത്തിലേക്ക് പോയത്? ചിലരൊക്കെ ധരിച്ചു വശായത് 75-ലെത്തുമ്പോൾ നരേന്ദ്രമോദി വിരമിക്കും എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ആഗ്രഹിച്ചതും ആ പ്രസ്താവന നടത്തിയതും ഒക്കെ അതിനുവേണ്ടിയായിരുന്നു. 75 വയസ്സിൽ മോദി വിരമിക്കുമോ എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടവും അതുതന്നെയാണ്. കാരണം അധികാര കസേരയിലേക്ക് രാഹുൽ ഗാന്ധി നോട്ടമിട്ടിട്ട് നാളുകൾ ഏറെയായി. 2014 മുതൽ ഓരോ തവണയും പ്രതീക്ഷ കയറി വരും. പക്ഷെ അത് ടപ്പോം അസ്ഥാനത്തേക്ക് മാറുകയും ചെയ്യുകയാണ്. 2019-ലും 2024-ലും പ്രതീക്ഷയുടെ കൊടുമുടിയിൽ കയറി നിന്ന് ആനന്ദം കൊണ്ട ആളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ 75-ൽ നരേന്ദ്രമോദി എത്തുമ്പോൾ ചോദിക്കുന്നത് വിരമിക്കുമോ? കാരണം മോദിയുടെ ഒരു വ്യക്തിപ്രാഭവത്തിലാണല്ലോ BJP വളർന്നു കയറി നിൽക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയും അനുയായികളും അതുപോലെയുള്ളവരും ഒക്കെ തന്നെ ധരിച്ചു വച്ചിരിക്കുന്നത്. കേരളത്തില് നമുക്കറിയാവുന്ന ഇടതുപക്ഷങ്ങളും വലതുപക്ഷവും ഒക്കെ അത്തരത്തിലാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദി എന്ന വ്യക്തി രാജ്യത്തിന് ഉണ്ടാക്കി തന്നിരിക്കുന്ന നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ രാജ്യം ലോകത്തൊരിടത്തും പിന്നിലോട്ടല്ല എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഒരിടത്തും നമ്മൾ പിന്നിൽ നിൽക്കുന്നില്ല. ഇന്ത്യയുടെ വാക്കുകൾ അതിപ്രധാനമാണ്. മോദി എന്തു പറയുന്നു? ലോകത്തൊരു വലിയ സംഭവം നടക്കുമ്പോൾ നരേന്ദ്രമോദി എന്തു പറയുന്നു? ഇന്ത്യയുടെ ഇടപെടൽ ഏത് തരത്തിലാണ്? ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് ഉയരുന്നത്. നമ്മുടെ അയൽ രാജ്യമായ നമ്മളോടെപ്പോഴും ശത്രുതയിൽ തന്നെ കഴിയുന്ന പാകിസ്ഥാനിൽ കൊടും വരൾച്ചയും ക്ഷാമവും ഉണ്ടായപ്പോൾ അവിടുത്തെ യുവജനങ്ങള് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളെയും കൂടി രക്ഷപ്പെടുത്തൂ, ഞങ്ങൾ പട്ടിണിയിലാണ്. ഇത്തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് വൈറലായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ആ രാജ്യം നമുക്കറിയാം കൊടും ഭീകരതയ്ക്കും ഭീകരാക്രമണത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. ആ രാജ്യത്തിന്റെ ധനം മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ മേൽ കൈവയ്ക്കാൻ വന്നത്. അതിന് തക്കതായ മറുപടി കൊടുത്തും നമ്മുടെ രാജ്യത്തെ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നമ്മുടെ രാജ്യത്തിന് നടുനായകത്വം വഹിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. 75-ൽ വിരമിക്കുന്നു എന്നൊക്കെ പറയുന്നത് RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു പറച്ചിലായിരുന്നു, ഒരു അലിഖിത നിയമം മാത്രമാണ്. അങ്ങനെ 75 വയസ്സിൽ വിരമിക്കുക, എന്നിട്ട് അതോടുകൂടി BJP ഇല്ലാതാവുക, കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നൊക്കെയാണ് ചിലർ ധരിച്ചു വശായിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അസ്ഥാനത്താണെന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോലും മോദിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. കേരളത്തിൽ ഈ ക്രൈസ്തവ സമൂഹത്തെ BJP ഏറെ നാളായിട്ട് ചേർത്ത് നിർത്താൻ തുടങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു വൻ വിജയത്തിന് പിന്നിൽ ക്രൈസ്തവ സമൂഹമാണ്. തൃശ്ശൂരിലുള്ള ക്രൈസ്തവ ദേവാലയങ്ങളും ബിഷപ്പ് ഹൗസുമായിട്ടൊക്കെ തന്നെ സുരേഷ് ഗോപി വലിയ ബന്ധം സ്ഥാപിച്ചു. അവിടുത്തെ ആ പ്രവർത്തന രീതിയാണ് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതെന്ന് BJPയിലെ മുതിർന്ന നേതാക്കൾ പോലും പറയുകയുണ്ടായി. തൃശ്ശൂരിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ വന്ന സമയത്ത് ബിഷപ്പുമാർ അവിടെ ഇവരെ രണ്ടുപേരെയും കാണാനായിട്ട് നിന്നതൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിനും പുതുവത്സര ആഘോഷത്തിനും
BJP നേതാക്കൾ അടക്കം ക്രൈസ്തവ ദേവാലയങ്ങളിലും മറ്റുമെത്തി അവരോടൊപ്പം ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തു, പുതുവത്സര ആഘോഷങ്ങളിലും പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിൽ ഇപ്പോൾ ക്രൈസ്തവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ BJPയിലെ ചില ക്രൈസ്തവ മുഖങ്ങളുണ്ട്, അവർ വഴിയാണ് ധരിപ്പിക്കുന്നത്. അൽഫോൻസ് കണ്ണന്താനം, ജോർജ് കുര്യൻ, ജേക്കബ് തോമസ്, അനിൽ ആന്റണി, ഷോൺ ജോർജ്, PC ജോർജ്, ഇങ്ങനെ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്നുള്ളതാണ്. അവർ വഴിയാണ്, അനൂപ് ആന്റണി, ഇവർ വഴിയാണ് കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. ഇക്കുറി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നുണ്ട്. ക്രൈസ്തവർ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ അവിടെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള BJPയുടെ നേതാക്കന്മാരെ തന്നെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവല്ലയില് അനൂപ് ആന്റണി ആയിരിക്കും. അനൂപ് ആന്റണി ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ BJPയുടെ അറിയപ്പെടുന്ന ഒരു മുഖമാണ്. നരേന്ദ്രമോദി അമിത്ഷായുമായിട്ടൊക്കെ തന്നെ വലിയ അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ജോർജ് കുര്യൻ മന്ത്രിയായപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ജോർജ് കുര്യൻ ഏത് കാലത്ത് BJPയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? അടിയുറച്ച BJP പ്രവർത്തകനായിരുന്നു ജോർജ് കുര്യൻ. ജോർജ് കുര്യന് അതുകൊണ്ട് തന്നെയാണ് മന്ത്രി പദവി കൊടുത്തതും. അതിലൂടെ ക്രൈസ്തവരെ കൂടുതൽ ചേർത്ത് നിർത്തുക. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ഇനി രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രമാണ്, മോദി ഹിന്ദു വർഗീയവാദിയാണ്, മതഭീകരതയാണ് ഇനി രാജ്യത്ത് നടമാടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവരെയും മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്തി. 2014 ആ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് അങ്ങനെ കയറി വന്നത്. കേരളത്തില് എന്തുകൊണ്ട് ഒരു കോൺഗ്രസ് തരംഗമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇവിടെ വന്ന് നിന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരു MP ആണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സകല പ്രതീക്ഷയും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നഷ്ടപ്പെട്ടു. 2024 രാജ്യത്ത് ഇന്ത്യ മുന്നണി രൂപീകൃതമായി. ഇപ്പൊ ഏതാണ്ട് അതൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. തൃണമൂല് മാറി, ആം ആദ്മി പാർട്ടി മാറി. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും പലരും പിന്മാറ്റം നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. ബീഹാറിൽ RJD മാറി. ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമാണ്. അങ്ങനെ 2024 കിണഞ്ഞ് പരിശ്രമിച്ച് നോക്കി നടന്നില്ല. ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാതാണ് രാഹുൽ ഗാന്ധി പിച്ചും പേയും പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ 75ാം പിറന്നാൾ ആഘോഷം കൂടി മറ്റു മതസ്ഥരിലും കാണുമ്പോൾ ഏതു തരത്തിൽ ഹാലിളകുമെന്നാണ് നമ്മൾക്കിനി അറിയേണ്ടത്. കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ തന്നെ കേക്ക് മുറിക്കുകയും പള്ളി അങ്കണങ്ങളില് നരേന്ദ്രമോദിക്ക് ജന്മദിന ആശംസകൾ നേരുന്നതിനുള്ള പ്രത്യേക യോഗങ്ങൾ പോലും ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ BJPക്ക് അത് വലിയ ഗുണകരമായി മാറും എന്നുള്ളതിന്റെ ശുഭസൂചകമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്.